ത്രേസ്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദൈവിക അനുഭവങ്ങൾ സത്യസന്ധമാണോ എന്ന സംശയം അവളിൽ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കടവും സന്തോഷവും ഒരേ സമയത്ത് ത്രേസ്യയിൽ നിറഞ്ഞിരുന്നു. മാത്രമല്ല, ആധ്യാത്മിക ആനന്ദവും ശാരീരിക വേദനയും യോജിച്ചു പോകുന്നതാണോ എന്ന സംശയവും അവളിൽ നിറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു സമയത്താണ് ത്രേസ്യയെ ആശ്വസിപ്പിക്കാൻ കർത്താവ് കനിഞ്ഞു നൽകിയ അനുഗ്രഹീതനായ ഫാദർ പീറ്റർ അൽക്രാന്തയുടെ കടന്നുവരവ്. ഈ പുണ്യപുരോഹിതന്റെ വരവ് നാട്ടിൽ വലിയ സന്തോഷത്തിന് കാരണമായി. ഇദ്ദേഹത്തിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നാട്ടുകാരെ നമുക്കിവിടെ കാണാം. ഏകദേശം 20 കൊല്ലത്തോളം ഇരുമ്പ് കൊണ്ടുള്ള മുള്ളരഞ്ഞാണം ധരിച്ച് ജീവിച്ച സന്യാസി. ഇദ്ദേഹം പ്രാർത്ഥനയെപ്പറ്റി കുറേയേറെ സ്പാനിഷ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നിയമങ്ങൾ അവയുടെ പ്രാഥമിക രൂപത്തിൽ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധനായ സന്യാസി. പരിശുദ്ധനായ ഈ മനുഷ്യൻ ഇവിടെ എത്തിയപ്പോൾ ഭക്തയും ധനാഢ്യയുമായ ഇവൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി ബഹുമാന ആദരവോടെ സ്വന്തം വീട്ടിൽ സ്വീകരിക്കുകയാണ്. ഫാദർ പീറ്റർ അൽക്രാന്തയുമായി സംസാരിക്കാനും തന്റെ ആത്മീയ സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി ഈ പുണ്യപുരോഹിതനോട് ഇടപെടാനുള്ള അവസരവും ഈ നാട്ടിലെ വിധവയും ദൈവഭക്തിയുമായ ഡോണ ഗുമേർ എന്ന സ്ത്രീ ത്രേസ്യയ്ക്ക് ഒരുക്കിക്കൊടുത്തു. മാത്രമല്ല, തന്റെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യവും അവൾ കൊടുത്ത് ത്രേസ്യയെ സഹായിച്ചു. ത്രേസ്യയുടെ മുഴുവൻ സംശയങ്ങളും മാറ്റി ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. മനസ്സുകൊണ്ട് വേദനിക്കേണ്ടതില്ലെന്നും ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടതെന്നും ദർശനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് തീർച്ചയാണെന്നും അദ്ദേഹം ത്രേസ്യയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു. ത്രേസ്യയുടെ ആത്മീയ അവസ്ഥ എങ്ങനെയാണെന്ന് പിന്നീട് എഴുതി അറിയിക്കണമെന്ന് അദ്ദേഹം ഇവളെ ഓർമ്മപ്പെടുത്തി. സ്വന്തം മുറിയിലേക്ക് പോകുവാനുള്ള വഴിതെറ്റി സിസ്റ്റേഴ്സിന്റെ കൂടെ പോകുന്ന വെല്ലിച്ചനെ തിരിച്ചു വിളിക്കുന്നതും തല വാതിൽപ്പടിയിൽ ഇടിക്കാതെ നോക്കണം എന്നെല്ലാം വളരെ രസാകരമായി അവതരിപ്പിക്കുന്ന ത്രേസ്യയെയാണ് നാം ഇവിടെ കാണുന്നത്. ¿No buscabais la salida? Posiblemente. Es por aquí. Quedad con Dios, hija mía. Tenga cuidado vuestra paternidad. ഒരിക്കൽ ഉച്ചസമയത്ത് ഇൻകാർണേഷൻ മഠത്തിലെ സഹോദരിമാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ആകാശത്ത് കണ്ടു. ഒരഗ്നിഗോളം ആകാശത്തുകൂടെ നീങ്ങുന്നതായി ഇവർ കാണുന്നു. ഇതിനെക്കുറിച്ച് ഓരോരുത്തരും വ്യത്യസ്തമായ കാരണങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നു ഇത് സാത്താന്റെ അടയാളമാണ്, വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന്. മറ്റു ചിലർ പറയുന്നു ലൂതറന്മാരെ ദൈവം ശിക്ഷിക്കാൻ വരുന്നതാണ് എന്ന്. വേറെ ചിലർ പറഞ്ഞു ഇത് നട്ടുച്ചയ്ക്ക് വരുന്ന തിന്മയാണ് എന്ന്. മറ്റു ചിലർ പറയുന്നു ഇത് എത്ര മനോഹരമായ കാഴ്ചയാണ് എന്നെല്ലാം. ഇവരിൽ ഒരാൾ പറഞ്ഞു പെട്ടെന്ന് ഹന്നാമ്പളം എടുത്തുകൊണ്ടുവാ, നമുക്ക് തളിക്കാം, മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇതിനിടയിൽ ത്രേസ്യയുടെ അഭിപ്രായം ഇവർ തേടി. ത്രേസ്യ വളരെ കൃത്യവും വ്യക്തവുമായി ഉത്തരം നൽകി. ഇവരുടെ അറിവില്ലായ്മകളെ തിരുത്തിക്കൊണ്ട് ത്രേസ്യ പറഞ്ഞു, നിങ്ങൾ ആരും ഹന്നാമ്പള്ളം തെളിക്കാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇപ്പോൾ പോകണ്ട. ഇത് ചെയ്യാനുള്ള ധാരാളം സമയം നിങ്ങൾക്ക് ലഭിക്കും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി വെറുതെ കുറ്റപ്പെടുത്തരുത്. ഇത് ആകാശ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് എന്ന്
ത്രേസ്യ അവർക്ക് പറഞ്ഞുകൊടുത്തു. ത്രേസ്യായിക്ക് ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും നേടിയെടുക്കേണ്ട അറിവിനെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ട്. ചുരുക്കത്തിൽ പുണ്യവതി, വിശുദ്ധ എന്ന ആലങ്കാരിക വാക്കുകൾക്ക് അതീതമായി ഒരു നല്ല പച്ചയായ മനുഷ്യ സ്ത്രീയാണ് ത്രേസ്യ എന്ന് ഇവളുടെ പ്രവർത്തികളിലൂടെ വ്യക്തമാക്കുകയാണ്. നമുക്കും യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധരാകുവാൻ, ദൈവ ഐക്യം പ്രാപിക്കുവാൻ പരിശ്രമിക്കാം. ഇതിനുള്ള കൃപ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവത്തോട്